ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്ന. ഹലോ ഗായ്സ്, റെയിൻ ഡ്രോപ്സ്, ഇറ്റ്സ് മീ ആർദ്ര 5 9 ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചിങ്ങനെ പണികളുടെയൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നത്, ഈ വീടിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണ്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അപ്പം ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മറ്റേ മണ്ടയ്ക്ക് നേരത്തെ തടിയിലായിരുന്നു ഞങ്ങൾ ഓടൊക്കെ പെരക്കി വെച്ചത്. ചാർത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ, ചാർത്തിലേക്ക് തടിയിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തടിയൊക്കെ ചെതല് പിടിച്ച്, അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം എടുക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഞങ്ങൾ പിന്നെ വാതിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വാതിലിൻ്റെ അളാക്കി അച്ഛൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കണ്ട വൃത്തികേടായിട്ട് അടുക്കള നടക്കുകയാണ്. പിന്നെ കുറേ ഷീറ്റൊക്കെ ഉണ്ട്. ഓടെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി കഴുകി വൃത്തിയാക്കാനുണ്ട്. ഇതാണ് മറ്റേ നമ്മുടെ എന്താ ഗൈസ്, ഞാൻ ആ ബാഗ് മുക്കിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സാധനമാണ്. പണി ചെയ്ത ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. രാവിലെ വന്നതാണ്. പണി സാധനങ്ങൾ എടുക്കാൻ മറന്നു, എപ്പോൾ അതെല്ലാം എടുത്തിട്ട് വന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരുണ്ട്. ഈ ഷെഡ് ഇടാനാണ് ആ ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഷെഡ് ഫുള്ള് കിഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 2 ഷീറ്റെങ്ങാണ്ട് ഇവിടെ ഇടാനും ബാക്കി വരുന്ന ഷീറ്റ്സ് എല്ലാം ഞങ്ങൾ ചെറിയൊരു കിച്ചൺ പോലെ, സ്മോൾ കിച്ചൺ, വെളിയിൽ കിച്ചണ് പോലെ, ഞങ്ങൾ പട്ടിനെയും ഡോഗിനെയും പോത്തിനെയൊക്കെ മേടിക്കുവാണെങ്കിൽ, പശുവിനൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി കഞ്ഞി വെക്കാനും ഞങ്ങൾക്ക് കഞ്ഞി വെക്കാനും ചോറൊക്കെ വയ്ക്കാൻ വെള്ളമൊക്കെ അറിയാനായിട്ട് വെളിയിലൊരു അടുപ്പ് സെറ്റാക്കാൻ വെച്ചു. അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഷെഡ് എന്തെങ്കിലും ഞങ്ങൾ പണിതാ വലിച്ചാണ് കിട്ടിയത്. അതിന് ഷെഡൊക്കെയാണ്. ഇത് കുറേ കമ്പിയൊക്കെ ഉണ്ട്. കേസിനെ ഇപ്പം നടന്നു വന്നത് മുകളിലോട്ടാണ്. പിന്നെ ഞങ്ങൾ പാത്തി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ മഴവെള്ളം വരുമ്പോൾ സൈഡിൽ കൂടി പോകാനായിട്ട് വലിയ പാത്തിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ റോഡിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഒരു 4 മണി 3:30 ആയി ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് വന്നപ്പോഴത്തേന് കുറേ ടൈമായി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് അച്ഛൻ്റെ വലിയ മോളിലാണ് ഞാൻ പിന്നെ കാണിക്കാതെ. ഇപ്പം ഫാനിൻ്റെ ചെറിയൊരു സൗണ്ട് കാണും. സോറി ഗൈസ്. അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാനാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറിയിട്ടുണ്ട്. അവിടെ ഇതെല്ലാം ക്ലീനാക്കി എൻ്റെ അച്ഛനെ കാണിക്കാൻ. ഇതാണ് അവിടെ പണി ചെയ്യാനായിട്ട് റെഡിയായിട്ട് അച്ഛൻ്റെ വീട്ടിലാണ്. ഓക്കെ ഗൈസ്, എല്ലാവരും ക്ഷീണിച്ച് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇതെല്ലാം തൂത്ത് കളയാൻ കഴിഞ്ഞു. താഴെ കിടക്കുന്ന മണ്ണെല്ലാം തൂത്ത് കളയാൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇന്നലെ 4 മണിയൊക്കെ ആയി ഞാൻ വന്നപ്പോൾ തന്നെ ഭാഗത്ത് താഴെ ഉണ്ട് കേട്ടോ. കാണിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ എല്ലാവരും ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ടൈമിൽ ഇവിടെ കട്ടില വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താഴെ കുറേ മണ്ണുണ്ട് കേട്ടോ. അതാണ്ടാ കിടക്കുന്ന എല്ലാം എനിക്ക് തൂത്ത് വൃത്തിയാക്കണം. പിന്നെ ഞാൻ ഷവർ ഓണാക്കി കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്ന ഷവർ വെളുത്ത കളറാണ്. അത്രയും നാൾ സന്തോഷം അതിൻ്റെ മുഖത്ത് നിന്ന് കേസ്. ഓക്കെ, അപ്പം പിന്നെ 2 പാർട്ടായിട്ടാണ് ചെല്ലുണ്ടെങ്കിലും നല്ലത് സ്ഥലമാണ്. ഓക്കെ, അപ്പം പിന്നെ അമ്മ ഞാൻ ക്ഷണിച്ചതും പറഞ്ഞ് എനിക്ക് കുറേ കോഫിയൊക്കെ ഇട്ടെടുത്താണ്. കോഫിയല്ല, കട്ടൻ ചായ ഇട്ടിരുന്നു. അതൊക്കെ ഞാൻ കുടിച്ചു. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇന്നലെ സാധനമൊക്കെ മേടിച്ചത് പറഞ്ഞാൽ ചേച്ചിയിലായിരുന്നു, ഞാനും അമ്മയും അച്ഛനും ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചിരുന്നു കുറേ സമയം. പിന്നെ മഴയത്ത് ഞാനും ചേച്ചി എല്ലാവരും ചേർത്ത് അത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണമായിരുന്നു. വണ്ടി ഞങ്ങൾക്ക് മണ്ടയ്ക്ക് ഇടാൻ പറ്റില്ല, ഞങ്ങളുടെ വഴി ചേർത്തായതുകൊണ്ട് മുന്നോട്ട് വരുന്ന അതെല്ലാം മഴ പെയ്ത് ഈ വൈകിട്ടായിരുന്നു. പിന്നെ നെറ്റിൽ മാത്രം എടുക്കാൻ പറ്റിയില്ല, അത് ഭയങ്കര ഭാരമായിരുന്നു. അതുകൊണ്ടാട്ടോ. പിന്നെ ഞങ്ങളുടെ ആക്ടിവയിലൊക്കെ കേടായതുകൊണ്ട് ആക്ടിവയൊക്കെ പറ്റിയില്ലായിരുന്നു. ചേച്ചിയുടെ ഫ്രണ്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ 4 ചിങ്ങനെ ഒന്നും മിണ്ടാതെ ചെറിയൊരു പാട്ടൊക്കെ പാടി കേട്ടോ. ഇത്രയുള്ള ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു ലേറ്റർ, ടാറ്റാ, സൈനിങ് ഓഫ്. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ.